VS അനുസ്മരണ പരിപാടികളുടെ ഭാഗമായി ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ പതാക ഉയർത്തൽ ചടങ്ങ് നടന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് പതാക ഉയർത്തിയത്. അനുസ്മരണ യോഗം CPM സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു. VSന്റെ അർദ്ധകായ പ്രതിമ വേലിക്കകത്ത് വീട്ടിൽ കുടുംബാംഗങ്ങൾ ചേർന്ന് അനാച്ഛാദനം ചെയ്തു. ജോസി ബാബു വിവരങ്ങളുമായി ചേർന്നു. ജോസി, ഇനി എന്തൊക്കെയാണ് അവിടെ പരിപാടി? അജിംസ്, കേരളത്തിന്റെ വിപ്ലവ സൂര്യൻ VS ഓർമ്മയായിട്ട് ഒരു വർഷം പിന്നിടുകയാണ്. വിപുലമായ പരിപാടികളാണ് ഈ ഒന്നാം ചരമവാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM ആചരിക്കുന്നത്. ഇന്ന് രാവിലെ വലിയ ചുടുകാട്ടിൽ പതാക ഉയർത്തി പുഷ്പാർച്ചനയും നടത്തി. അതിനുശേഷമായിരുന്നു VSന്റെ അനുസ്മരണ യോഗം നടന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. രാവിലെ വേലിക്കകത്ത് വീട്ടിൽ VSന്റെ അർദ്ധകായ പ്രതിമയും അനാച്ഛാദനം ചെയ്തു. കാനായി ഉണ്ണി എന്ന കലാകാരനാണ് അർദ്ധകായ പ്രതിമ സ്ഥാപിച്ചത്. VSന്റെ കുടുംബാംഗങ്ങളും വലിയ ചുടുകാട്ടിലെത്തിയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വലിയ ചുടുകാട്ടിലാണ് പൊതുസമ്മേളനം നടക്കുക. 5 ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വലിയ മാർച്ചും നടക്കും. അതായത് തിരുവമ്പാടി ജംഗ്ഷനിൽ നിന്നും വലിയ ചുടുകാട്ടിലേക്ക് ആലപ്പുഴ ജില്ലയിലെ 5 ഏരിയ കമ്മിറ്റികൾ ഉൾപ്പെടുന്ന വലിയ മാർച്ചും നടത്തുന്നുണ്ട്. കൂടാതെ വിവിധ ഏരിയ കേന്ദ്രങ്ങളിലും ബ്രാഞ്ച് കേന്ദ്രങ്ങളിലും CPM പ്രവർത്തകരുടെയും നേതാക്കളുടെയും നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും പതാക ഉയർത്തലും നടക്കുന്നുണ്ട്. എന്തായാലും VSന്റെ വിടവാങ്ങൽ എത്രത്തോളം വലുതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ഓരോ നേതാക്കളുടെയും പ്രസംഗം. VSനെ അനുസ്മരിക്കുകയായിരുന്നു ഓരോ നേതാക്കളും. MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ. അതിനിടെ പാർട്ടി മാറി മത്സരിച്ച് വിജയിച്ച G സുധാകരനെതിരെ ഒളിയം ചെയ്യുകയും ചെയ്തു സജി ചെറിയാൻ. വർഗവഞ്ചകരെ VS ഉണ്ടായിരുന്നെങ്കിൽ ഈ പാർട്ടിയിൽ നിലനിർത്തില്ലായിരുന്നു, അവർക്കെതിരെ ശബ്ദമുയർത്തുമായിരുന്നു. വർഗവഞ്ചകർക്ക് അപ്പോൾ മറുപടി പറഞ്ഞു പോകുന്ന ആളായിരുന്നു VS എന്നുള്ള കാര്യമായിരുന്നു G സുധാകരന് പരോക്ഷമായ മറുപടിയായി സജി ചെറിയാൻ പറഞ്ഞത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം 4 മണിക്കാണ് ഈ സമാപന സമ്മേളനം നടക്കുക. അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വരിക. എന്തായാലും ഇപ്പോൾ ഞാൻ നിൽക്കുന്ന വേലിക്കകത്ത് വീട്ടിലേക്ക് ഓരോ നേതാക്കളും എത്തുന്നുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ, ബിനീഷ് കോടിയേരി, അല്പം മുമ്പ് KN ബാലഗോപാൽ അടക്കമുള്ള നേതാക്കൾ എത്തിയിരുന്നു. രാവിലെയും പല നേതാക്കൾ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചിരുന്നു. ഇപ്പോൾ അറിയാൻ കഴിയുന്ന നേരത്തെ MLA G സുധാകരൻ വേലിക്കകത്ത് വീട്ടിൽ ഇവരെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാൻ എത്തുമെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ അറിയാൻ കഴിയുന്ന അദ്ദേഹം എത്താനുള്ള സാധ്യതയില്ല എന്നാണ്. കുടുംബാംഗങ്ങൾക്ക് അത്തരം ഒരു അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹം എത്തുമ്പോൾ അതിൻ്റെ ഒരു രാഷ്ട്രീയ സന്ദർശനമായി മാറും. കാരണം പാർട്ടി വിട്ട് പുറത്തു പോയി ഇപ്പോൾ MLA ജയിച്ച ഈ VSന്റെ വീടിരിക്കുന്നതിന് തൊട്ട് സമീപത്ത് തന്നെയാണ് G സുധാകരൻ്റെ വീടും. അവിടെ നിന്ന് ഒരുപക്ഷെ G സുധാകരൻ ഇവിടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നേരത്തെ നിലനിന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം എത്താൻ സാധ്യതയില്ല, അദ്ദേഹം സന്ദർശനം നടത്തുന്നില്ല എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും അദ്ദേഹം G സുധാകരൻ എത്തുമെന്ന് പ്രതീക്ഷിച്ച് വലിയ മാധ്യമ സംഘവും VSന്റെ വീട്ടിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇന്ന് VSന്റെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് വിവിധ ചികിത്സാ സഹായ പദ്ധതികളടക്കം പാർട്ടിയുടെ വിവിധ സൊസൈറ്റികളും സഹകരണ സംഘങ്ങളും വഴിയും മെഡിക്കൽ ലാബുകളൊക്കെ വഴിയുള്ള സൗജന്യ ചികിത്സ അടക്കമുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. എന്തായാലും VS എത്രത്തോളം കേരള രാഷ്ട്രീയത്തിൽ വലുതായിരുന്നു, VSന്റെ പ്രാധാന്യം എത്രത്തോളം വലുതായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അനുസ്മരണ സമ്മേളനത്തിൽ ഓരോ നേതാക്കന്മാരുടെയും അവരുടെ പ്രതികരണങ്ങൾ. ശരി.